ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചില്ലി മഷ്റൂമാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചില്ലി മഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ മഷ്റൂം എടുത്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളതിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളയാം. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചില്ലി സോസ് കയ്യിലുള്ളവർ അത് എടുത്താൽ മതി, അല്ലാത്തവർ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇപ്പോൾ ഇതിലിട്ടിട്ടില്ല, അത് നമ്മുടെ ചേന ചില്ലിയുടെ വീഡിയോയിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർക്ക് അത് നോക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇനി ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം. മഷ്റൂം മസാല പറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചെറിയൊരു കുഴിയുള്ള പാനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ടി വരില്ലല്ലോ. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂട് കൊടുക്കണേ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട ഉടനെ ഇളക്കി കൊടുക്കണ്ട, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതുവരെ അവർ കിടന്നോട്ടെ. ഇതിപ്പോൾ ഞാൻ കോരി എടുക്കുകയാണ് കേട്ടോ. വല്ലാതെ ക്രിസ്പി ആവുന്നില്ല. ഞാൻ 2 ടേബിൾ സ്പൂണല്ലേ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി ഇടാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മൈദയും കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ മഷ്റൂം അല്ല, അധികം വേവൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ കോരി എടുക്കുകയാണ്. എല്ലാ മഷ്റൂമും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിൻ്റെ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ മാറ്റി വെച്ചു. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെള്ളുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചതച്ചതിട്ട് കൊടുക്കാം. ഈ വെള്ളുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞൻ സവോള കേട്ടോ. 1/4 കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറവിലൊന്നുമില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇട്ടോ, ചില്ലി ഗാർലിക് സോസ് അതും കൂടെ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഇട്ടോ, ടൊമാറ്റോ കെച്ചപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ കാശ്മീരി മുളകിൻ്റെ ആ ഒരു എരിവ് തന്നെ അത്യാവശ്യം ഉണ്ടാവും. ഈ 2 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺഫ്ലോറിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. സോയ സോസിൽ ഉപ്പുള്ളതാണ്. 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി, എരിവ്, മധുരമൊക്കെ ഓരോരുത്തർ കറക്റ്റ് പോലെ നോക്കുക, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി പൊരിച്ച് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കുക. മഷ്റൂം ഇട്ടതിന് ശേഷം നന്നായി ഗ്യാസ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഓരോരുത്തർക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോരുത്തർ നോക്കിയിട്ട് ചെയ്യട്ടോ. ഇപ്പം ഞാൻ ഇത്തിരി ഗ്രേവി ടൈപ്പിലാണ് എടുക്കുന്നത്. ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായി വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഒരു തിക്കായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എല്ലാ കളറും വേണമെന്നൊരു നിർബന്ധമില്ല, ഓരോരുത്തരുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ടാൽ മതി. ഒരു ചെറിയ സവോള എടുത്തിട്ട് സ്ക്വയറായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തിക്കാവും കേട്ടോ. അപ്പോൾ പിന്നെ നന്നായിട്ട് തിക്കായി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്റ്റേജിൽ ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രമാത്രം വെള്ളം ഒഴിക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു 5-8 പച്ചമുളക് എടുത്തിട്ട് 2ആയി മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലുണ്ടാവും. അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം ഇത് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചില്ലി മഷ്റൂമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മഷ്റൂം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല, ഇതെല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുബൂസിലേക്കും ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിലേക്കൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.